നമസ്കാരം, ലൂംബ്രസ് കാർസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് 2016 മോഡൽ ടാറ്റ ടിയാഗോ XZ വേരിയൻ്റ് ആണ്. ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2016 മോഡൽ സിംഗിൾ ഓണർ ടാറ്റ ടിയാഗോ XZ വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഫുൾ കമ്പനി സർവീസിന് ഓടിച്ചിരിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. അപ്പോൾ ഈ വാഹനത്തിന് യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ആക്സിഡൻറ്റോ ഫ്ലഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് കാര്യങ്ങൾ ബോണറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, മികച്ച ക്വാളിറ്റി തന്നെയാണ് നിൽക്കുന്നത്. ഹെഡ് ലാംപ്സ് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണിത്. ഫ്രണ്ട് ഹെക്സഗൺ ഗ്രില്ല് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. 2016 ടാറ്റ ടിയാഗോ ആദ്യമായി തന്നെ ലോഞ്ച് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ വളരെ പ്രചാരം നേടിയ ടാറ്റയുടെ അതിന് ഏറ്റവും കൂടുതൽ സെയിൽ വർദ്ധിപ്പിച്ച ഒരു വാഹനം കൂടി തന്നെയാണ് ടാറ്റ ടിയാഗോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫെൻഡറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ വിധ ഡാമേജസോ പരിക്കുകളൊന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയറുകൾ ഇച്ചിരി കുറവാണ്, പക്ഷേ 4 ടയർ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് XZ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഇൻറ്റേർണൽ അഡ്ജസ്റ്റബിൾ മിറർ കൂടിയാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഡോർസ് കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വേറെവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. മികച്ച നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയായിട്ടാണ് ഈ വാഹനം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് ഇൻബിൽറ്റ് സ്പോയിലർ വിത്ത് സ്പോയിലർ സ്പാക്സ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിന് റിവേഴ്സ് ഡീഫോഗർ ലൈൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് റെയിൻബോ ഷേപ്പിലാണ് ഇതിൻ്റെ ഡീഫോഗർ ലൈൻസ് വന്നിരിക്കുന്നത്. ബാക്ക് വൈപ്പർ കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിനുണ്ട്. അതുപോലെ തന്നെ ടിയാഗോയുടെ ബാഡ്ജിങ്, അതുപോലെ തന്നെ ടാറ്റയുടെ ലോഗോ, XZ ഇത് ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ XZ ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 140 ലിറ്ററാണ് അതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നമുക്ക് ഒരു ഫാമിലിക്ക് വേണ്ടി ലഗേജസ് കാര്യങ്ങളെല്ലാം വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അത്യാവശ്യം വേണമെങ്കിൽ കൂടുതൽ ലഗേജസ് ഒക്കെ വെക്കണമെങ്കിൽ അങ്ങനെ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലാറ്റ് ബെഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വാഹനം കൂടിയാണിത്. അതിൻ്റെ സ്റ്റെപ്പിനി വീൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു 50% സ്റ്റെപ്പിനി കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു ഇതാണ്. വേറെ ഡാമേജസോ പരിക്കുകളോ ഒന്നുമില്ല. ഡോർസൊക്കെ നോക്കി കഴിഞ്ഞാലും വളരെ മികച്ച നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ഇതിൻ്റെ ഷോൾഡർ ലൈനൊക്കെ നോക്കി കഴിഞ്ഞാലും വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത്. യാതൊരു ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2016 മോഡൽ സിംഗിൾ ഓണർ 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള ഒരു വാഹനം തന്നെയാണിത്. മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന ഒരു വാഹനം തന്നെ. നിങ്ങൾക്ക് ഇന്ത്യയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. വണ്ടി വന്നാത്ത രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്ന നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണിത്. അപ്പോൾ ഇത് XZ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ABS, EBD, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ തുടങ്ങിയ അനവധി ഫീച്ചേഴ്സ്, സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ഈ വാഹനത്തിന് വരുന്നത് മ്യൂസിക് സിസ്റ്റം വരുന്നത് ഹാർമൻ ഗാർഡൻ വിത്ത് JBL സ്പീക്കേഴ്സാണ്. 8 സ്പീക്കർ സറൗണ്ടിങ് മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് കവേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച ക്വാളിറ്റിയിൽ നല്ലൊരു ലെതർ സീറ്റ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത്. യാതൊരുവിധ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ വൃത്തിയോടുകൂടി തന്നെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. നമുക്കിനി വാഹനത്തിൻ്റെ എൻജിൻ ഡീറ്റെയിൽസിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 2016 മോഡൽ ടാറ്റ ടിയാഗോ XZ പെട്രോൾ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റി തന്നെ നിൽക്കുന്നത്. അതുപോലെ തന്നെ യാതൊരുവിധ റീപ്ലേസ്മെൻറ്റോ ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിൻ്റെ ABS യൂണിറ്റാണ് ഇപ്പോൾ കാണുന്നത്. ഈ വാഹനത്തിന് വരുന്ന റിവോട്രോൺ 1200 cc പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 85 HP പവറും അതുപോലെ തന്നെ 114 ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ARAI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 23 km/ലിറ്ററാണ് ഈ വാഹനത്തിന് ARAI സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത്. നമുക്ക് എന്നിരുന്നാലും അത്യാവശ്യം ഒരു 18-19 കിലോമീറ്ററൊക്കെ നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ടാറ്റ ടിയാഗോ എന്ന് പറയുന്നത്. മൈലേജിൻ്റെ കാര്യത്തിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലും വളരെ മികച്ച ഒരു വാഹനം തന്നെയാണിത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് കിടക്കാം. 2016 മോഡൽ സിംഗിൾ ഓണർ ടാറ്റ ടിയാഗോ XZ വേരിയൻറ്റിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,78,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലൂംബ്രസ് കാർസ് കേരളയിലാണ്. ലൂംബ്രസ് കാർസ് കേരളയ്ക്ക് 2 ഷോറൂമാണ് ആലുവയിലുള്ളത്. ഒന്ന് മാതാ തിയേറ്ററിനും സീന തിയേറ്ററിനും ഇടയിലുള്ള 1 വേ റോഡിലും 2 ബാങ്ക് ജംഗ്ഷനിലുള്ള GHS അപ്രോച്ച് റോഡിലുമാണ് നമ്മുടെ ഷോറൂമുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളും ഫിനാൻസ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.